എന്തിനാ എനിക്കൊരു 5000 ചോദിക്കുമ്പോ അങ്ങനത്തെ വർത്താനം പറയുന്നത്? എല്ലാം കൂടെ 10-25,000 രൂപ നിനക്ക് ഞാൻ തരാനുണ്ട്. ശരിയാ, കിട്ടുമ്പോ ഞാനങ്ങ് തരത്തില്ലേ? എന്താടി അങ്ങനത്തെ വർത്താനം പറയുന്നേ? നീ വലിയ പണക്കാരി, എന്തായാലും 5000 രൂപ ഇടുമോളെ, ഞാനങ്ങ് തരാടി, എല്ലാം ഒന്നിച്ചങ്ങ് തരാടി. ചേട്ടൻ പണിക്ക് പോകുന്ന ആളെ, അപ്പൊ ഞാൻ തന്നേക്കാം. ഇടറി. അയ്യോ, അവൾ 5000 രൂപ ഇട്ടല്ലോ. ഈ പെണ്ണ് എന്നെ അങ്ങ് കടക്കാരിയാക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഇത്ര ധൈര്യമുള്ളൊരു ഭാര്യയും കിട്ടിയില്ലേ? ധൈര്യോ നിനക്കോ? നീ ആ സംസാരിക്കരുത്. ഈ വീട്ടിൽ നിന്നെക്കാ കൂടുതൽ ധൈര്യം എനിക്കാ. ഈ വീട്ടില് നിങ്ങളെക്കാട്ടിലും നിങ്ങളുടെ അമ്മയെക്കാട്ടിലും കൂടുതൽ ധൈര്യം എനിക്കാ. അങ്ങനെ പറയല. നിനക്ക് അത്ര ധൈര്യമാണെങ്കിൽ തെളിയിക്കടി. നിങ്ങൾ ഞാൻ പെണ്ണ് കാണാൻ വന്ന എത്ര പേരുമായിട്ടോ? ഞാൻ സുമേഷ് തമ്പി, സുഭാഷ് കൊല്ലം, ഷിജു അഞ്ചുമന, ജോൺ കേപ്പോൾ, 5 പേര്. നമ്മുടെ നിശ്ചയത്തിന് നിങ്ങൾ എത്ര പേരുമായിട്ടോ വന്നാ? 50 പേര്. നമ്മുടെ കല്യാണത്തിനോ? 150 പേര്. 150 പേര്. ഇത്രയും പേരുമായിട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന. എന്നാൽ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഒറ്റയ്ക്കാ. അപ്പൊ ആർക്കാണോ ധൈര്യം? എന്താ രമ്യേ, ഇപ്പോഴും നിന്റെ വീട്ടിൽ വഴക്കാണോ? നീ പറയുന്നത് നിന്റെ ഹസ്ബൻഡിന് മനസ്സിലാവുന്നില്ല? ഒരു സെക്കൻഡ്, ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇടാം, നീ കേട്ടോ. ഞാൻ ടയേർഡാന്ന് പറഞ്ഞ എന്താ അർത്ഥം? നീ ടയേർഡാന്ന് പറഞ്ഞാൽ നിനക്ക് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. വല്ല ഓൺലൈനിലും സ്വിഗ്ഗി സൊമാറ്റോയിലും ഫുഡ് ഓർഡർ ചെയ്യാന്നർത്ഥം. നിങ്ങക്ക് ഇന്ന് ഓഫീസിൽ പോണോന്ന് ചോദിച്ചാലോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ നീ വീട്ടിൽ ഇരുന്നു മടുത്തു, നിന്നെ വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകണോന്നർത്ഥം. എന്തേ? എനിക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞാലോ? അതൊരു വല്ലാത്ത പറച്ചിലർജി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ ചെറുകടികളായ ബോണ്ട, ഉള്ളിവട, പരിപ്പുവട എന്ന സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരുവാന്നർത്ഥം. എന്റെ മനസ്സിന് നല്ല സുഖമില്ലെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിനക്ക് നിന്റെ അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്, നിന്നെ എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിൽ കൊണ്ടുവിടുക എന്നർത്ഥം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഞാൻ വേണമെങ്കിൽ തീരുമാനിച്ചോ, വരും വരായികൾ ഞാൻ അനുഭവിച്ചോ എന്നർത്ഥം. എന്നെ കുറച്ചു നേരം തനിച്ചു വിടാൻ പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കണം, നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോണ്ടേ ഇരിക്കണമെന്നർത്ഥം. കേട്ടോ രമ്യേ, ഇതെന്ന് നമ്മുടെ ഭർത്താക്കന്മാർ മനസ്സിലാക്കുന്നു, അന്ന് നമ്മുടെ കുടുംബം രക്ഷപ്പെടും. എന്ത് വിധി ഇത്? അതെ, കല്യാണത്തിന് മുമ്പ് എന്നും അമ്പലത്തിൽ പോകുന്ന അമ്മ പറഞ്ഞല്ല, ഇപ്പൊ എന്താ പോവാത്തെ? എനിക്ക് നിന്നെ കിട്ടിയല്ലോ, അതുകൊണ്ട് എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു.